പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഒരു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അങ്ങയുടെ തിരുഹൃദയ സ്നേഹം ആഴത്തിൽ അനുഭവിച്ചുകൊണ്ട് ആ സ്നേഹത്തിന്റെ വലിയ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ആ സ്നേഹത്തിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തിരുഹൃദയത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും കൃപകളും സംതൃപ്തിയും സൗഹൃദവും എല്ലാ അനുഗ്രഹങ്ങളും നിറച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് വീണ്ടും വീണ്ടും നല്ല ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കല്ലാതെ ഞങ്ങളുടെ മക്കളെ രക്ഷിക്കാനോ സമാധാനം സന്തോഷം നൽകാനോ വേറെ ഒന്നിനും കഴിയില്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ കരങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈശോയെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കളുടെ പ്രാർത്ഥനകള്, നിയോഗങ്ങള്, ഇവരുടെ അവസ്ഥകള് എല്ലാം ഏറ്റെടുത്തുകൊണ്ട് ഇവർക്ക് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കണം. മക്കളുടെ നിയോഗങ്ങളിൽ അങ്ങ് ഇടപെടണം. എല്ലാ തടസ്സങ്ങളും എടുത്തു മാറ്റണം. എല്ലാ കെട്ടുകളും അഴിക്കണം. എല്ലാ ബന്ധനങ്ങളും തകർക്കണം. പൈശാചിക ആധിപത്യങ്ങൾ, അധികാരങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് തിരുഹൃദയത്തിന്റെ സ്നേഹത്തിലൂടെ അങ്ങ് നൽകുന്ന രക്ഷ എല്ലാ മക്കൾക്കും അനുഭവവേദ്യമാക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നേ ദിനത്തിന്റെ എല്ലാ കൃപകൾക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങയുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ മക്കള് ഇന്ന് എന്തിനൊക്കെയോ വേണ്ടി ഓടി നടക്കുക, അലഞ്ഞു തിരിയുന്ന മക്കൾ എന്ന് വേണമെങ്കിൽ പറയും. സന്തോഷത്തിന് വേണ്ടി, സുഖത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി അതിന്റെ പിന്നാലെ, ഇതിന്റെ പിന്നാലെ, അവന്റെ പിന്നാലെ, അവരുടെ പിന്നാലെ, സിനിമയുടെ പിന്നാലെ, അങ്ങനെ എന്തിനൊക്കെയോ വേണ്ടി ഇങ്ങനെ അലഞ്ഞു നടക്കുക. അവിടെ ലക്ഷ്യം മുഴുവനും എന്തെങ്കിലും ആവണം, സന്തോഷം കിട്ടണം, സുഖം കിട്ടണം. പക്ഷെ നമുക്കറിയാം, നമ്മുടെ മക്കൾ പലരും, അനേക മക്കൾ നമുക്കറിയാലോ, നിങ്ങളെക്കാൾ ഏറെ ആയിരക്കണക്കിന് മക്കളെ കാണുകയും കുടുംബത്തിന്റെ സംഭവങ്ങളും പ്രശ്നങ്ങളും കേൾക്കുകയും ഇടപെടുകയും ചെയ്ത അനുഭവിച്ച പറയാ, ഇങ്ങനെ പോയ ഒരു മക്കളും ഈ സന്തോഷം ഇവരെന്തിനു വേണ്ടി പോയോ ആ സന്തോഷം, ആ സംതൃപ്തി, ആ അംഗീകാരം അവർക്ക് ലഭിച്ചിട്ടില്ല. മറിച്ച് നശിച്ചു പോയ മക്കള്, പാപത്തെ വീണുപോയ മക്കള്, കുറ്റബോധം, നിരാശ, ചിലപ്പോൾ ഈ എന്തിനു വേണ്ടി പോയോ, ആർക്ക് വേണ്ടി പോയോ അവർ തന്നെ കൈവിട്ടുപോയി. അതിൽ നിന്ന് എല്ലാം തകർന്ന് അടിഞ്ഞു പോയ മക്കൾ. ഞാൻ കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഒരു പെൺകുട്ടിയെ കുറിച്ച് പറഞ്ഞു. അവള് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇതുപോലെ സുഖത്തിനു വേണ്ടി, സന്തോഷത്തിനു വേണ്ടി അതിന്റെയും ഇതിന്റെയും അവന്റെയും പലരുടെയും പിന്നാലെ പോയി. പക്ഷെ എല്ലാം പോയിട്ടും കിട്ടിയിട്ടും അനുഭവിച്ചിട്ടും ഈ കുഞ്ഞിന് യാതൊരു സന്തോഷമില്ല, സംതൃപ്തിയില്ല. അവസാനം ഡിപ്രഷനിൽപ്പെട്ട് മരുന്ന് കഴിക്കുന്ന അവസ്ഥയില്, ഒരു പ്രത്യേക സാഹചര്യത്തില് ആത്മഹത്യക്ക് ശ്രമിച്ച് ഇതാ ആശുപത്രി കിടക്കുന്ന സമയത്ത് കോളേജ് അധികൃതര് മാതാപിതാക്കൾ വിളിപ്പിച്ചു. ഡാഡിയും മമ്മിയും വന്നപ്പോ ആ ഡാഡിയുടെ കൈ പിടിച്ചുകൊണ്ട് ഈ കുഞ്ഞ് പറഞ്ഞൊരു കാര്യം, ഡാഡി, ഐ വാണ്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. എനിക്ക് എന്തൊക്കെയോ വേണം, പക്ഷെ എനിക്ക് അറിയില്ല അതെന്താണെന്ന്. എന്റെ മക്കളെ, ആ എന്താണ് എന്നുള്ളതിന് ഉത്തരമാണ് നമ്മുടെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം. സ്നേഹം, സൗഹൃദം, സംരക്ഷണം, സമാധാനം, സൗഖ്യം, ശക്തി, ധൈര്യം, ഉറപ്പ്, ഇത് തരാൻ ഈശോയ്ക്കേ പറ്റൂ. ഈശോയുടെ തിരുഹൃദയം ഈശോ തന്നെയാണല്ലോ. നമുക്കറിയാം, ഹൃദയം ഒരു വ്യക്തിയെ സൂചിപ്പിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം എന്ന് പറഞ്ഞാൽ ഈശോ തന്നെയാണ്. ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ സംരക്ഷണം, ഈശോയുടെ സ്നേഹം, ഈശോയുടെ ശക്തി, ഈശോയുടെ ധൈര്യം, ഈശോ കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, ഇതെല്ലാം ഈശോയ്ക്കേ തരാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ തിരുഹൃദയ സ്നേഹത്തിലേക്ക് കടന്നു വരാതെ ഈ സ്നേഹം അനുഭവിക്കുക. അതാണ് അഗസ്തീനോസ് പുണ്യവാളനൊക്കെ പറഞ്ഞ, ദൈവമേ, നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുന്നത് വരെ എന്റെ ആത്മാവ് അസ്വസ്ഥമായിരിക്കും. ഇന്ന് നമ്മുടെ മക്കൾക്ക് വേണ്ടി
നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയൊരു വിഷയമാണ്. നമ്മുടെ മക്കള് അതിന്റെയും ഇതിന്റെയും അവന്റെയും അവരുടെയും പല മയക്കുമരുന്ന്, കൂട്ടുകെട്ട്, അല്ലെങ്കിൽ സിനിമ, ഇൻസ്റ്റാഗ്രാം, മൊബൈല്, ഗെയിമുകൾ, ഇതിനൊക്കെ പിന്നാലെ ഈ സുഖത്തിന് വേണ്ടി, സംതൃപ്തിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി ഒക്കെ അലഞ്ഞു നടക്കുക. പക്ഷെ അവിടെയൊന്നും നശിച്ചു പോകാന്നല്ലാതെ ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുന്ന അനുഭവം ഒരു മക്കൾക്ക് ലഭിച്ചിട്ടില്ല, ലഭിക്കാറുമില്ല. എന്നാൽ ഈശോയിലാണെങ്കിലോ ഭയങ്കര സംതൃപ്തി, സമാധാനം, സൗഹൃദം, സ്നേഹം, വലിയ ശക്തി, ഒരു ഉറപ്പ്, മാത്രമല്ല ഒരു വലിയൊരു ബലം കിട്ടും. പഠിക്കാൻ, ജീവിക്കാൻ, ജോലി ചെയ്യാൻ, അധ്വാനിക്കാൻ, സഹിക്കാൻ. കഷ്ടപ്പാടുകൾ നമുക്കറിയാം, കഷ്ടപ്പാട് സഹനമൊക്കെ ജീവിതത്തിന്റെ ഭാഗ. അത് കർത്താവിനോട് ചേർന്ന് നിന്ന് അവിടുത്തെ ബലം സ്വീകരിച്ച് മുന്നോട്ട് പോയാൽ അതിനെ അതിജീവിക്കാൻ പറ്റും. ഇതില്ലാത്ത മക്കള് കഷ്ടപ്പാട് വരുമ്പോ, സഹനം വരുമ്പോ നശിച്ച് തകർന്ന് അതിന്റെ പിന്നാലെ പോയി അഡിക്റ്റാവും, കൂട്ടുകൂടി സമയം നഷ്ടപ്പെടുത്തി ഇങ്ങനെയൊക്കെ പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ കർത്താവിന്റെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ സ്നേഹം കൊടുക്കാൻ നമുക്കൊന്നും പറ്റുന്ന പല മക്കളുടെയും ഒരു വേദനയാണ്. എന്റെ മാതാപിതാക്കൾ അപ്പ എന്നെ സ്നേഹിച്ചിട്ടില്ല, അമ്മ എന്നെ സ്നേഹിച്ചിട്ടില്ല, ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ അവന്റെ കൂടെ പോയി. ഫ്രണ്ട്ഷിപ്പ്, ചില മക്കൾ പറയും എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി അവനിൽ നിന്ന്, അവൻ കൊണ്ടുപോയി പലതിനും ഉപയോഗിച്ചു, പലതിനും കോംപ്രമൈസ് ചെയ്തു, പലതും കൊച്ചു നഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ ഓർക്ക എനിക്ക് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി. എന്ത് ഫ്രണ്ട്ഷിപ്പ്? ചില മക്കൾ പറഞ്ഞു എനിക്ക് ഫ്രണ്ട്ഷിപ്പ് കിട്ടി. എന്റെ മക്കളെ, ഈ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ശരിക്കും കിട്ടുന്നത് ഈ കർത്താവിനാ. അപ്പന്റെ സ്നേഹം കിട്ടിയില്ലേലും അമ്മയുടെ സ്നേഹം കിട്ടിയില്ലേ നമുക്കറിയാം. നമുക്ക് പലർക്കും നമ്മുടെ മക്കൾക്ക് വേണ്ട പോലെ സ്നേഹം കൊടുക്കാൻ, ആഗ്രഹിക്കുന്ന പോലെ കൊടുക്കാൻ പറ്റിയിട്ടില്ല, അതൊട്ട് പറ്റില്ല. പക്ഷെ ആ സ്നേഹം തേടി മക്കൾ അലയാൻ തുടങ്ങിയാൽ അവിടെ ചെല്ലും, ഇങ്ങനെയുള്ള നാശത്തിൽ ചെന്ന് ചേരും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ഈ സ്നേഹം നൽകാൻ ആർക്കേ പറ്റൂ മക്കളെ? ഈശോയുടെ തിരുഹൃദയ സ്നേഹത്തിനേ പറ്റൂ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. എന്റെ യേശുവേ, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ട സ്നേഹം, സൗഹൃദം, ആ ഒരു ഫ്രണ്ട്ഷിപ്പ്, ഇതെല്ലാം അങ്ങ് കൊടുക്കണം. പിന്നെ കർത്താവിന്റെ സൗഹൃദം കിട്ടിയാൽ പൗലോസ് പറഞ്ഞില്ലേ, ഉച്ചിഷ്ടം പോലെ ഇതുവരെ ലാഭം എന്ന് കരുതിയ, നേട്ടമെന്ന് കരുതിയ ഈ ഫ്രണ്ട്ഷിപ്പ്, ഈ മദ്യം, ഈ കൂട്ടുകെട്ട്, ഈ കറങ്ങാമ്പോക്ക്, ഈ പബ്, ഈ ഹോം സ്റ്റേ, ഈ ബാറ്, ഇതെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതും. അപ്പൊ നമ്മുടെ മക്കൾ രക്ഷപ്പെടണമെങ്കിൽ ഈ തിരുഹൃദയ സ്നേഹത്താൽ നമ്മുടെ മക്കൾ നിറയപ്പെടണം. നമുക്ക് അതിനു വേണ്ടി ഇന്ന് കർത്താവിന്റെ കരങ്ങളിലേക്ക്, ദിവ്യകാരുണ്യനാഥന്റെ ഹൃദയത്തിലേക്ക് നമ്മുടെ ഓരോ മക്കളെയും എടുത്തു വെച്ചുകൊണ്ട്, വേറെ ഒന്നുമില്ല, കർത്താവെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ മക്കൾ നിറയട്ടെ. യഥാർത്ഥമായ, പരിശുദ്ധമായ, നിസ്വാർത്ഥമായ, വലിയ ചൈതന്യത്താലും കൃപയാലും ജീവനാലും ശക്തിയാലും നിറയ്ക്കുന്ന അങ്ങയുടെ തിരുഹൃദയത്തിന്റെ സ്നേഹം ഞങ്ങളുടെ മക്കളിൽ നിറയ്ക്കണമേ. ആ സ്നേഹത്താൽ പൊതിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ ഈശോയുടെ ഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും നമ്മുടെ മക്കളെയും നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. തിരുഹൃദയ സ്നേഹം എല്ലാത്തിനും മതിയായ സ്നേഹമാണ്. ആ സ്നേഹം അനുഭവിക്കാൻ കർത്താവേ ഞങ്ങളുടെ മക്കൾക്കിടയാകട്ടെ, ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കിടയാകട്ടെ, ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങൾക്ക് ഇടയാകട്ടെ. ആ സ്നേഹത്താൽ ഞങ്ങൾ സംതൃപ്തരാകട്ടെ. തേൻ കുടിച്ചവർക്ക് പഞ്ചസാര അല്ലെങ്കിൽ മറ്റ് ലഹരി സാധനങ്ങൾ അത്ര വില തോന്നത്തില്ല. തേനിന്റെ മധുരം അത്രമാത്രം വലുതാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ മാധുര്യം അനുഭവിച്ചാൽ നമ്മളാരും, നമ്മുടെ മക്കളാരും വേറെ ചെറിയ മധുരത്തിന്റെ പിന്നാലൊന്നും പോകത്തില്ല. കർത്താവെ, ഈ അഭിഷേകം നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ആരാധനയെ പ്രാർത്ഥിക്കാൻ വിശ്വസം എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ സ്നേഹത്തിലേക്ക്, തിരുഹൃദയ സ്നേഹത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അങ്ങ് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങൾക്ക് സന്തോഷം നൽകാനും സമാധാനം നൽകാനും അത് പൂർണ്ണമായിട്ട് നൽകാനും വേണ്ടിയാണല്ലോ കർത്താവ്. എന്നാൽ ഇന്ന് അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ മക്കള് സുഖം തേടി അങ്ങയെ വിട്ട് പടിയിറങ്ങി പോകുന്നു. അങ്ങയുടെ വചനം ലംഘിച്ച് സന്തോഷം, സംതൃപ്തി ലഭിക്കാൻ വേണ്ടി പഴം പറിച്ചു നിന്ന് ആദ്യ മാതാപിതാക്കളെ പോലെ അങ്ങയെ കൈവിട്ട് അങ്ങയുടെ വചനം അനുസരിക്കാതെ സുഖം തേടി പോകുന്ന ഒത്തിരി ഒത്തിരി മക്കള് കർത്താവെ, അതിനുവേണ്ടി മദ്യത്തിന്റെ,
ലഹരിയുടെ കൂട്ടുകെട്ടിന്റെ ജടിക പാപത്തിന്റെ ലോക സുഖഭോഗങ്ങളിൽപ്പെട്ട് സിനിമയും ഇൻസ്റ്റാഗ്രാമും മീഡിയയും റീലുകളും ഭക്ഷണവും മറ്റെല്ലാ ലോകത്തിന്റെ കാര്യങ്ങൾക്കും അടിമപ്പെട്ടു പോകുന്ന അനേക മക്കൾ ഈശോയെ, എന്നാൽ യഥാർത്ഥമായ സുഖവും സന്തോഷവും സംതൃപ്തിയും നൽകാൻ അങ്ങേക്കല്ലാതെ ഈ ലോകത്തിൽ മറ്റാർക്കുമേ കഴിയില്ല. കർത്താവേ, ആ നിധി കണ്ടെത്തിയ മക്കള് അങ്ങേ തിരുഹൃദയത്തിന്റെ സ്നേഹത്തിന്റെ കരുണയുടെ സമാധാനത്തിന്റെ സൗഹൃദത്തിന്റെ സംതൃപ്തിയുടെ ആ വലിയ നിധി കണ്ടെത്തിയാൽ ഒരു ശ്രീഹായെ പോലെ ഞങ്ങളുടെ മക്കളും ഉച്ചിഷ്ടം പോലെ മറ്റെല്ലാത്തിനെയും കരുതും. ഉച്ചിഷ്ടമായ ലോക സുഖത്തിന്റെ പിന്നാലെ, സന്തോഷത്തിന്റെ പിന്നാലെ, സംതൃപ്തിയുടെ പിന്നാലെ, നൈമിഷികമായ നിർപ്പോള പോലുള്ള സുഖത്തിന്റെ പിന്നാലെയാണല്ലോ കർത്താവേ ഞങ്ങളുടെ മക്കള് പലപ്പോഴും ഓടിപ്പായുന്നത്. എന്തിനോ വേണ്ടി അറിയുന്ന മക്കളും കർത്താവേ, മക്കളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലക്ഷ്യമില്ലാതെ, ഒരു ഉന്നമില്ലാതെ, അടിസ്ഥാനമില്ലാതെ, സത്യമില്ലാതെ കർത്താവെ ഓടി നടന്ന് ഒത്തിരി തകർന്നു പോയ എല്ലാ മക്കളെ സമർപ്പിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മക്കളാരും അങ്ങനെ പോകാൻ ഇടയാകാതിരിക്കാൻ വേണ്ടി കർത്താവെ അങ്ങയുടെ തിരുഹൃദയ സ്നേഹത്തിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. കർത്താവെ, ആ സ്നേഹത്താൽ നിറച്ച്, ആ സൗഹൃദത്താൽ നിറച്ച് ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയെല്ലാം ഉച്ചിഷ്ടം പോലെ കരുതാൻ ആവശ്യമായ ആ വലിയ സംതൃപ്തി ഈശോയെ ഞങ്ങളുടെ മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പോയിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കാം. ആ കൊച്ചു പറഞ്ഞില്ലേ, ഡാഡി, ഐ വാണ്ട് സംതിങ് ബട്ട് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. കർത്താവേ, ആ ഇറ്റ് ഈസ് ആണ് അങ്ങയുടെ മക്കൾക്ക് അങ്ങയെ കൊണ്ടല്ലാതെ വേറൊന്നിനെ കൊണ്ട് തൃപ്തിപ്പെടുത്താൻ പറ്റില്ലല്ലോ കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ മക്കൾ അങ്ങയെ സ്വീകരിക്കട്ടെ. അങ്ങനെ സ്വീകരിക്കാൻ പറ്റാത്ത മക്കൾക്ക് കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ആ വലിയ സ്നേഹം അങ്ങ് നിറച്ചു കൊടുക്കണം. ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ മക്കളെ അങ്ങ് ചേർത്ത് പിടിക്കണം. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ജപം. സ്വർഗവാസികളുടെ സൗഭാഗ്യവും സന്തോഷവുമായിരിക്കുന്ന ഈശോയുടെ തിരുഹൃദയമേ, ഞാൻ ഇന്നുവരെയും യഥാർത്ഥ സൗഭാഗ്യം എന്തെന്ന് അറിയാതെ ലൗകിക വസ്തുക്കളിൽ എന്റെ സ്നേഹം അർപ്പിച്ചു പോയി എന്നത് വാസ്തവമാണ്. എന്നാൽ ഇപ്പോൾ എന്റെ ഭാഗ്യം എവിടെയാണെന്ന് ഞാൻ അറിയുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളും യഥാർത്ഥമായ ഭാഗ്യം എവിടെയാണെന്ന് അറിയാതെ, യഥാർത്ഥമായ സന്തോഷം എവിടെയാണെന്ന് അറിയാതെ പലയിടങ്ങളിലും ഓടി നടക്കുന്നു. എന്നാൽ ഇന്ന് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ആ ഭാഗ്യവും സന്തോഷവും അറിഞ്ഞുകൊണ്ട് അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു. സകല ഭാഗ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ഭണ്ഡാരവും എല്ലാ ബുദ്ധിയുടെ പ്രകാശവും ഹൃദയത്തിന് സന്തോഷവുമായ ഈശോയുടെ തിരുഹൃദയമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. എന്റെ ആത്മ ശരീര ശക്തികൾ ഒക്കെയോടും കൂടി ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. വാത്സല്യനിധിയായ ഈശോയെ, അങ്ങ് മാത്രം എന്റെ സമ്പത്തും സകല ഭാഗ്യവുമായിരിക്കുന്നു. എന്റെ ശിഷ്ട ജീവിതം അങ്ങയെ സ്നേഹിക്കുവാനും സേവിക്കുവാനും അനുഗ്രഹം നൽകണമേ. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ മക്കളുടെ സമ്പത്ത്, സൗഭാഗ്യമെന്ന് അറിഞ്ഞ് ഞങ്ങളുടെ മക്കൾ അങ്ങയിലായിരിക്കുവാൻ, അങ്ങയുടെ സൗഭാഗ്യത്തിലായിരിക്കുവാൻ, ആ സ്നേഹത്തിലായിരിക്കുവാൻ കർത്താവേ ഇടയാകുന്ന വിധം അങ്ങ് ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സൽക്രിയ. ഈശോയുടെ
തിരുഹൃദയത്തിന്റെ സ്തുതിക്കായി ഒരു ആധ്യാത്മിക ഗ്രന്ഥം വായിക്കുക. കർത്താവിന്റെ വലിയ സ്നേഹത്തിലേക്ക് നമ്മുടെ മക്കളെ സമർപ്പിക്കാം. യഥാർത്ഥമായ സൗഭാഗ്യം ഈശോയിൽ കണ്ടെത്തിക്കൊണ്ട്, വേറൊന്നിലും സന്തോഷം സംതൃപ്തി കണ്ടെത്തില്ലെന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട്, ഈശോയെ തിരുഹൃദയ സ്നേഹം ഞങ്ങളെ മക്കളെ അങ്ങയോട് ചേർത്ത് പിടിക്കട്ടെ. നമ്മുടെ മക്കളതിനായി സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഈശോയെ, അങ്ങയുടെ വലിയ അനുഗ്രഹത്താൽ നിറച്ച് അങ്ങയുടെ സ്നേഹവും അങ്ങയുടെ സൗഭാഗ്യവും ഞങ്ങളുടെ മക്കൾക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാര്യങ്ങളും ഉയർത്തി ഈശോയെ സ്തുതിച്ച് ആരാധിച്ച് ആ വലിയ കൃപ നമ്മുടെ മക്കളിലേക്ക് ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്നാൽ ഈശോയെ ആ തിരുഹൃദയ സ്നേഹം അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഞങ്ങളുടെ മക്കളെ മറ്റൊന്നിലേക്കും പോകാതെ അങ്ങയോട് ചേർത്ത് പിടിക്കണമേ. ആമേൻ.